നാട്ടിൽ വന്നിട്ട് ഫാമിലിയായിട്ടൊന്ന് കൊടുങ്ങല്ലൂർ വന്നാണ്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി വൈകി. വെജിറ്റബിൾ ഫുഡ് അല്ലെങ്കിൽ സീ ഫുഡ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അള്ളിയാണ് സജസ്റ്റ് ചെയ്തത്. ഇപ്പോൾ പൊയ്യലൊരു പുതിയൊരു സെറ്റപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരും തൊട്ടൊന്നും അറിയില്ല, പക്ഷേ നല്ല വൈബുണ്ട്. എന്തായാലും എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം അപ്പുറം ഇപ്പുറം പോളായിട്ട് ഇത് കണ്ടിട്ടുള്ള കേസാണ്. മതിലത്തുള്ളവർക്ക് ഇത് വിഷയമുള്ള കേസല്ല. നമുക്ക് മറ്റേ ചീപ്പൻ ചെറിയും ഇതൊക്കെ ഇതേപോലത്തെ ഒരു സ്ഥലം തന്നെയാണ്. ബട്ട് ഇവിടെ അവരത് നല്ല രീതിയിൽ വൈബാക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും വന്നിങ്ങനെ എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ച് ഫാമിലി ആയിട്ട് ഒരു ദിവസം ഒന്നും പറയാൻ പറ്റില്ല, ഉച്ച സമയത്തൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ് മഴക്കാലത്തിന് നല്ല ക്ലൈമറ്റൊക്കെ, ചൂടുകാലത്ത് ഇതെങ്ങനെയായിരിക്കും പറയാൻ പറ്റില്ല. എങ്കിലും നല്ല രസമുണ്ട്. എന്തായാലും നല്ലൊരു ഇളങ്കാറ്റിൽ നല്ല ഫുഡൊക്കെ കഴിച്ച് സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ തോന്നുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് നോക്കട്ടെ. ഞാൻ സ്റ്റാൻഡേർഡ് ഇരിക്കണം, നോക്കണ്ട വീഡിയോ എടുക്കണ ആരാണ്. നല്ലൊരു കുഴക്കലിൻ്റെ വിദഗ്ധ തന്നെ വന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചട്ടിച്ചോറ് കൊടുക്കരുത്. കണ്ണടച്ചങ്ങോട്ട് കീച്ചിക്കോ. ഓ സെറ്റ്. പക്ഷെ പിള്ളേരെ എന്തായാലും എന്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വേറെ ആയിരിക്കും. നമ്മളെപ്പോഴും എല്ലാവരും ഒരു ഫുഡ് തന്നെ ഓർഡർ ചെയ്ത് കഴിക്കണേക്കാട്ടി നല്ലത് പല ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും പല ഫുഡുകളാണ് ഓർഡർ ചെയ്തത്. ഇച്ചും ചട്ടിച്ചോറ് ഓർഡർ ചെയ്ത്, പിന്നെ നിസ്കയും തപ്പും സാധാ നോർമൽ റൈസ് ഓർഡർ ചെയ്ത്. അതിൻ്റെ കറികളാണ് ഈ കാണുന്ന അച്ചാറ്, ഒലത്ത്, സാമ്പാർ, പിന്നെ രസം, ചമ്മന്തി, അങ്ങനെ കുറച്ച് കറികളുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഡെയിലി വെറുംചോറ് കഴിക്കണ കാരണം പുറത്തു പോയാൽ മീൽസ് അങ്ങനെ ഓർഡർ ചെയ്യാറില്ല. ബിരിയാണിയോ ഫ്രൈഡ് റൈസോ അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലുമാണ് കഴിക്കാറ്. ലല്ലുവിന് പിന്നെ ബിരിയാണി വിട്ടൊരു കളിയില്ല. ഞാനും ഫിദയും ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. ഫ്രൈഡ് റൈസ് ഒരു രക്ഷയില്ല കേട്ടോ, ഒരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ അതിൽ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫ്രൈഡ് റൈസ് ആയിരുന്നു. പിന്നെ BDF ഓർഡർ ചെയ്തു, അതും അടിപൊളിയായിരുന്നു. അപ്പോൾ ഫിദ ഓർഡർ ചോദിക്കണത്, കുറേ ഫുഡുകൾ കഴിച്ചില്ലേ, അത് ഫിദ കഴിച്ചത് എന്തൊട്ട് കഴിച്ചത്? എന്ത് ഫ്രൈഡ് റൈസ്? ചിക്കൻ. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഓക്കെ. അതിൻ്റെ കൂടെ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുടിച്ചാ? എന്ത് ജ്യൂസ് കുടിച്ച്? ജ്യൂസ് കുഴപ്പമൊന്നും ഉണ്ടായില്ലേ? ഓക്കെ. ഇതാക്ക് നല്ല അഭിപ്രായമാണ്. ഇതായിരുന്നു തപ്പുണ്ട്. തപ്പുൻ്റെ അഭിപ്രായം പറയുന്നത് എന്ത് കഴിച്ചേ? നോർമൽ മീൽസ് സൂപ്പറായിരുന്നു. ഭീകരനുണ്ട്, ഏറ്റവും ടോപ്പ് സാധനം കഴിച്ച ആളുണ്ട് ഇവിടെ. ചട്ടിച്ചോറ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് കറികൾ ഉണ്ടായിരുന്നു, ടേസ്റ്റ് ആയിരുന്നു. സൂപ്പർ. ബീഫ് ഉണ്ടായിരുന്നു, കക്ക ഉണ്ടായിരുന്നു, ചെമ്മീൻ ഉണ്ടായിരുന്നു, കൈപ്പക്ക ഉണ്ടായിരുന്നു, കോവക്ക ഉണ്ടായിരുന്നു, എല്ലാം കൂടെ വെച്ചിട്ട് കീച്ചി, പിന്നെ മാങ്ങാക്കറി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായില്ല? അടിപൊളി. അപ്പൊ അതും നല്ലത്. ലല്ലുവിന് എന്തുണ്ടായിരുന്നു ഫുഡ് കഴിച്ചത്? ബിരിയാണി, ചിക്കൻ ബിരിയാണി. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. എന്ത് ജ്യൂസ് കുടിച്ചാ? പൈനാപ്പിൾ. അടിപൊളിയായിരുന്നു. ഓക്കെ. സൂപ്പറാ. ഫുഡ് എങ്ങനെ ഉണ്ടായി? സൂപ്പർ കയ്യാണിക്ക് സൂപ്പർ സൂപ്പർ. ഇഷ്ടമായ സ്ഥലമൊക്കെ? ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ള. എല്ലാവരും കഴിച്ച് കുഴപ്പമില്ല, നല്ല ഫുഡാണ്. അതായത് വന്ന് കഴിച്ച് രസിച്ച് പോകാൻ പറ്റി. ഫുഡ് മോശമാക്കി നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എവിടെ പോയിട്ടും അവിടെ വന്ന് ഫുഡ് സൂപ്പറായിരുന്നു, വൈബ് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യും.
എല്ലാവർക്കും ഇഷ്ടമാവാനേ ചാൻസ് ഉള്ളൂ. പക്ഷേ നല്ല ക്ലൈമറ്റുള്ള സമയത്ത് തന്നെ വരണം കേട്ടോ, അല്ലാണ്ട് നട്ടുച്ചക്കൊന്നും വന്നിട്ട് കാര്യമില്ല. മഴക്കാലത്ത് കുഴപ്പമില്ല. അപ്പം സാറ് എന്തെങ്കിലും അപ്പം നമ്മൾ ബ്ലൂ ലഗൂൺ റെസ്റ്റോറൻറ്റിനോട് ഇവിടെ പറയണം. എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ട് ഇനിയും വരും, അത് യാതൊരു സംശയമില്ല. ഇനി വേറെ ആരെങ്കിലും കൊണ്ട് നമ്മുടെ വീട്ടുകാരെ കൊണ്ട് വരണം. നാഗരം കൊണ്ട് പ്രാവശ്യം ഇവിടെ കൊണ്ടുവരില്ല, ഇവിടെ ഭയങ്കര തീറ്റുണ്ട്.